ഗൈസ്, വെൽക്കം ടു അവർ ലാസ്റ്റ് എപ്പിസോഡ് ഓഫ് ഹാൻഡ് റൈറ്റിംഗ് സീരീസ്. സത്യം പറഞ്ഞാൽ ഇത് മൂന്നാമത്തെ എപ്പിസോഡാണ്. ഞാൻ 5 എപ്പിസോഡ് ഉണ്ടാവും എന്നൊക്കെയാണ് പറഞ്ഞത്. പിന്നെ ഇത് 3-ൽ ഒതുക്കി, എന്താ പറയുക, 3-ൽ ചുരുക്കാനും പിന്നെ ഈ മൂന്നാമത്തെ എപ്പിസോഡ് ഇടാൻ ലേറ്റ് ആവാനുള്ള ഒരൊറ്റ റീസണേ ഉള്ളൂ, എൻ്റെ മടി. എന്തായാലും അതൊക്കെ പോട്ടെ, നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ലൈൻ ഇട്ട പേപ്പറിൽ, അതായത് റൂൾഡ് പേപ്പറിലും അൺറൂൾഡ് പേപ്പറിലും എങ്ങനെയാണ് അടിപൊളിയായിട്ട് എഴുതാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പോൾ വരയിട്ട പേപ്പറിൽ എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ലൈൻസിൻ്റെ ഇടയ്ക്ക് തന്നെ എഴുതി നോക്കുക. അതായത് ലൈൻസിൻ്റെ പുറത്ത് പോകാതെ ലൈൻസ് ടച്ച് ചെയ്ത് എഴുതാൻ നോക്കുക. ഈക്വലായിട്ട് സ്പേസ് കൊടുക്കുക. വേർഡ്സിനായിരുന്നാലും ലെറ്റേഴ്സിനായിരുന്നാലും ആവശ്യത്തിനുള്ള സ്പേസ് കൊടുക്കുക. ഒരുപാട് ഹ്യൂജ് സ്പേസ് കൊടുക്കരുത്. പിന്നെ കൊടുക്കുന്ന സ്പേസ്, അതായത് ഓരോ വേർഡ്സ് തമ്മിലും ഉണ്ടാകുന്ന സ്പേസ് ഈക്വൽ ആവാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ നല്ല വൃത്തിയായിട്ട് എഴുതുക. അടുത്തിനിപ്പോൾ അൺറോൾഡ് പേപ്പറിലാണെങ്കിൽ അങ്ങനെ തന്നെയാണ്. ചിലരൊക്കെ ഇപ്പം നമ്മൾ തന്നെയാണെങ്കിലും, എന്താ പറയുക, ഇവിടെ നിന്ന് എഴുതി തെക്കുന്ന് എഴുതി അങ്ങ് വടക്കോട്ട് പോകുന്ന രീതിക്കാണ് നമ്മൾ എഴുതാറ്. അതായത് എന്താ പറയുക, ഇങ്ങനെ ചരിഞ്ഞൊക്കെ പോകും, പ്രത്യേകിച്ച് വരയിടാത്ത പേപ്പറിൽ എഴുതുമ്പോൾ. അപ്പോൾ ആദ്യം ഈ ലൈനില്ലാത്ത പേപ്പറിൽ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചില ആൾക്കാർ ഈ ബോർഡർ പോലും ഇടാതെ അങ്ങ് എഴുതും. അതുകൊണ്ട് തന്നെ നമ്മൾ സ്കെയിലും പെൻസിലും ഒന്നും വേണ്ട, ജസ്റ്റ് നമ്മുടെ കൈ കൊണ്ട് തന്നെ ഇതുപോലൊരു ബോർഡർ 4 സൈഡ് ഒന്ന് മടക്കുക, എന്നിട്ട് എഴുതി തുടങ്ങുക. പിന്നെ ഈ തെക്കും വടക്കും പോകാതിരിക്കാൻ, ചരിയാതിരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്കെയിൽ വെച്ച്, എന്താ പറയുക, ഇങ്ങനെ ഒരു ലൈൻസ് ഇട്ടിട്ട് കൊടുക്കാം. പക്ഷേ അത് മെനക്കെട്ട പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ മാക്സിമം പേപ്പർ നേരെ പിടിച്ചിട്ട് കറക്റ്റ് രീതിക്ക് നേരെ അങ്ങ് എഴുതി പോകാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ ഒരുപാട് ഓവർ സ്പീഡ് ആക്കുന്ന സമയത്ത് ഇതിങ്ങനെ ചരിഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ട്. എന്തായാലും ബോർഡർ ഇടണം, അത് മസ്റ്റാണ്. അപ്പോൾ എന്താ പറയുക, നല്ലൊരു വൃത്തി ഉണ്ടാവും പേപ്പർ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ മിക്ക എക്സാംസിനും നമ്മൾ ഈ ലൈനില്ലാത്ത പേപ്പറിലൊക്കെ ആയിരിക്കുമല്ലോ എഴുതുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ലൈനില്ലാത്ത ബുക്കിലൊക്കെ എഴുതി പ്രാക്ടീസ് ചെയ്താൽ ഈ തെക്കും വടക്കും ഒന്നും പോവില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. സോ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.